പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് നമ്മൾ പലരും ആശങ്കയിൽ അല്ലെങ്കിൽ പലർക്കും ആശങ്കകൾ നൽകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അത് മാസങ്ങൾ ഇപ്പോൾ നീണ്ടു കഴിഞ്ഞു. പല പ്രവാസി സുഹൃത്തുക്കൾക്കും ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ വളരെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചില ആളുകൾ നിർബന്ധിത അവധിയിലാണ്, ചില ആളുകളൊക്കെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്, ചില ആളുകൾ ജോലി ഉപേക്ഷിച്ച് നാട് പിടിച്ച സാഹചര്യം ഒക്കെ ഉണ്ട്. എന്നാൽ പലരോടും സംസാരിക്കുമ്പോൾ ഈ ആശങ്കകളൊക്കെ അവർ പങ്കുവെക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പഴയ ആളുകൾ ഇപ്പോഴും നല്ല പ്രതീക്ഷയിലാണ്. GCC രാജ്യങ്ങൾ തിരിച്ചു വരും. ഇതിനു മുമ്പ് കുവൈത്ത് യുദ്ധം നടന്നതാണ്, അതുപോലെ തന്നെ ഇറാൻ-ഇറാഖ് യുദ്ധം ഉണ്ടായതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുണ്ടെങ്കിലും GCCയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പഴയതിനേക്കാൾ ഉഷാറായി അറബ് രാജ്യങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകും എന്നാണ് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഇവിടുത്തെയൊക്കെ ഭരണാധികാരികളുടെ പ്രവർത്തനവും ആ രൂപത്തിലാണ്. യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുകയും അത് വിദേശിയെന്നോ അല്ലെങ്കിൽ സ്വദേശിയെന്നോ ഇല്ലാതെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ഇവിടെയൊക്കെയുള്ള ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ഇവിടെയുള്ള ബിസിനസ്സുകാർക്കോ മറ്റൊക്കെ വരുന്ന ചെറിയ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാനും ഇവിടത്തെയൊക്കെ ഗവൺമെൻറ്റുകൾ തയ്യാറാകുന്നു എന്നത് വളരെയധികം പോസിറ്റീവായ കാര്യമാണ്. അതായത് നമ്മുടെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇവിടുത്തെ ഭരണാധികാരികളിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ കിട്ടുന്നു എന്നത് നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന ഒരു സൂചനയാണ്. മാത്രമല്ല, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്ത് പഴയതിനേക്കാൾ ഉഷാറായി കൂടുതൽ മികവോടെ GCC രാജ്യങ്ങൾ മുന്നോട്ട് വരും എന്നതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നിലവിൽ ജോലിക്ക് പ്രയാസം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ജോലി നഷ്ടമോ മറ്റോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരു ജോലി കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഇവിടെയുള്ള GCC രാജ്യങ്ങളിലുള്ള നമ്മുടെ കുടുംബാംഗങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുത്തെ രാജ്യം സേഫായിരിക്കാനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ തിരിച്ചു വരും. ഇവിടുത്തെ പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല. തീർച്ചയായും GCC ഇതുപോലെ തന്നെ ഉണ്ടാകും, ഇതിനേക്കാൾ മികച്ചതായി തന്നെ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. പല ആളുകളും വീടുകളിലേക്കൊക്കെ വിളിക്കുമ്പോൾ വലിയ ആശങ്കകളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ആശങ്കക്കും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ പ്രസക്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, കരാറുകളുമായി ബന്ധപ്പെട്ട സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരും, കൂടുതൽ അവസരങ്ങളുണ്ടാകും, ഇനിയുള്ള സാധ്യതകൾ, ഒരുപാട് പുതിയ സാധ്യതകൾ തുറക്കപ്പെടും, ജോലി അവസരങ്ങൾ ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഉള്ള എന്ത് പ്രയാസമാണെങ്കിലും അതെല്ലാം താൽക്കാലികമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കൾ, ഒരിക്കലും നിരാശരാകരുത്. ഇപ്പോഴുള്ള ചെറിയ നഷ്ടങ്ങൾ അത് പിന്നീട് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നതാണ് GCC രാജ്യങ്ങളുടെ പഴയകാല ചരിത്രങ്ങളും അവരുടെ പഴയകാല കഥകളുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. ഒരുപാട് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് ഈ രാജ്യങ്ങളെ നയിക്കുന്നത് എന്നത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.